ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഉണ്ണീസ് വെള്ളിലേക്ക് സ്വാഗതം. ഞാനിന്ന് നമ്മുടെ തലസ്ഥാന നഗരിയിലാണുള്ളത്. തലസ്ഥാന നഗരിയിൽ നേപ്പിയർ മ്യൂസിയത്തിൻ്റെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന കനകക്കുന്ന് കൊട്ടാരത്തിൻ്റെ തിരുമുറ്റത്താണ്. ഇന്ന് നമുക്ക് കൊട്ടാരത്തെക്കുറിച്ച് കൂടുതൽ അറിയാം. അതോടൊപ്പം തന്നെ കൊട്ടാരത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം. ഇവിടെ വളരെയധികം പ്രത്യേകതകളോട് ഉള്ള ഒരു കൊട്ടാരമാണ് കനകക്കുന്ന് കൊട്ടാരം. വരൂ, നമുക്ക് കൊട്ടാരത്തിൻ്റെ കൂടുതൽ കാഴ്ചകൾ കണ്ട് കൊട്ടാരത്തെപ്പറ്റി കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ ഒരു പ്രകൃതിരമണീയമായ സ്ഥലമാണ്. ഇത് കൊട്ടാരത്തിൻ്റെ ഫ്രണ്ടാണ്. അവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ വൃത്തി 2025 കോൺക്ലേവ് നടക്കുന്നത് കൊണ്ട് അവിടെ അലങ്കരിച്ച് വെച്ചിരിക്കുന്നതാണ് നമ്മൾ ഫ്രണ്ടിൽ കണ്ടത്. ഇവിടെ ഇത്രയും കാണാനും കാരണം വൃത്തി 2025 കോൺക്ലേവ് നടക്കുന്നത് കൊണ്ടാണ്. കോൺക്ലേവിൽ പങ്കെടുക്കുവാൻ വിവിധ ജില്ലകളിൽ നിന്നെത്തിയവരുടെ സംഘം എത്തിയവരുടെ വൻ തിരക്ക് കൊട്ടാരത്തിലും അതുപോലെ തന്നെ കൊട്ടാര പരിസരങ്ങളിലും അനുഭവപ്പെടുന്ന ഈ ഏരിയ മാത്രമാണ് ഇച്ചിരി തിരക്ക് കുറവ്. സാധാരണ ഇവിടെയൊക്കെ ആളുകൾ എത്തുന്നത് സായാഹ്നത്തിലൊക്കെയാണ്, സായാഹ്നങ്ങൾ ചിലവഴിക്കാനുമൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോവുകയാണ്. നമ്മുടെ ഈ കൊട്ടാരം എല്ലാ വർഷവും വിനോദസഞ്ചാര വകുപ്പ് നടത്തുന്ന ഓൾ ഇന്ത്യൻ ഡാൻസ് ഫെസ്റ്റിവലിൻ്റെ വേദിയാണ്. അതോടൊപ്പം തന്നെ ഇനി ഈ കൊട്ടാരം വിവിധ കലാ സാംസ്കാരിക സംഗമങ്ങളുടെ കൂടി വേദിയാണ്. ഈ കൊട്ടാരം ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണുള്ളത്. കൊട്ടാരം സ്ഥാപിച്ചത് നമ്മുടെ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീമൂലം തിരുനാളായിരുന്നു. എല്ലാ വർഷവും വിദേശ രാഷ്ട്രങ്ങളിൽ നിന്ന് വിനോദസഞ്ചാരികൾ കനകക്കുന്ന് കൊട്ടാരം സന്ദർശിക്കാൻ എത്തുന്നത് പതിവാണ്. അതോടൊപ്പം തന്നെ കോളനി വാഴ്ചക്കാലത്ത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതിൽ അവശേഷിക്കുന്ന അവസാനത്തെ ഒരു കണ്ണി കൂടിയാണ് ഈ കൊട്ടാരം. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിൻ്റെ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട ഈ കൊട്ടാരം പിന്നീട് പുതുക്കി പണിയുകയും കൊട്ടാര അങ്കണത്തിൽ ഒരു ടെന്നീസ് കോർട്ട് നിർമ്മിക്കുകയും ചെയ്തു. നമ്മൾ കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ കൊട്ടാരത്തിൻ്റെ വളപ്പിലും വളരെ നല്ല ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വൃത്തിയുടെ 2025 കോൺക്ലേവ് നടക്കുന്നത് കൊണ്ട് ഇവിടെ നമ്മുടെ പണ്ടത്തെ ഉണക്ക് ഓല മെടഞ്ഞ് ഒരു സെക്ഷന് വേണ്ടി ഇവിടെ ഒരു ഹാള് തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇവിടുത്തെ കവാടമൊക്കെ പഴയ മോഡൽ തന്നെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ കൊട്ടാരത്തിൻ്റെ വരാന്തയിലൂടെ അല്ലെങ്കിൽ അതിലൂടെ തിണ്ണയിലൂടെ നടക്കുകയാണ്. അപ്പോൾ നമ്മളങ്ങനെ അങ്ങ് പോവുകയാണ്. അപ്പോൾ നമ്മുടെ കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് നമ്മൾ കൊട്ടാരത്തിൻ്റെ കൂടുതൽ കാഴ്ചകൾ കാണാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിറച്ച് ആളുകളാണ്. അപ്പോൾ എൻ്റെ കൂടെ ഈ പങ്കെടുക്കുന്നത് ഞങ്ങൾ ബാലസഭയുടെ RP ആയിട്ടുള്ള ലേഖനകുമാരി എൻ്റെ കൂടെ മകനാണ് എന്നോടൊപ്പം ഇങ്ങനെ നടക്കുന്നത്, എൻ്റെ കൂടെ നടക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ കൊട്ടാരത്തിൻ്റെ ജനലിൽ കൂടെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ അവിടുത്തെ ആ പഴയ നടുമുറ്റം തിണ്ണയിലൂടെ പോകുന്ന നടുമുറ്റം ഇപ്പോഴും അവിടെ ഒരു കേട് പോലും സംഭവിക്കാതെ നടുമുറ്റവും ഇപ്പോൾ നിലനിന്ന് പോരുന്നു. അപ്പോൾ ഈ കോൺക്ലേവിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സെക്ഷൻ കൊട്ടാരത്തിൻ്റെ ഉള്ളിലായിട്ടൊരു ഹാള് ക്രമീകരിച്ചിട്ടുണ്ട്. നമ്മളപ്പോൾ അതിലേക്ക് പോവുകയാണ്. അപ്പം നമ്മൾ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഇവിടെ അവിടെ സെക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊട്ടാരത്തിൻ്റെ ആ കാലഘട്ടത്തിലുള്ള ആ ലൈറ്റൊക്കെ അതേപോലെ സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ട ഒന്ന് കാര്യം തന്നെ. ഈ കസേരകളൊക്കെ ഇവിടെ തന്നെ ഉള്ളതാണ്, ഇപ്പോൾ അറേഞ്ച് ചെയ്തിട്ടുള്ളതൊന്നുമല്ല. ഈ കസേരകളൊക്കെ നിലവിൽ കൊട്ടാരത്തിൽ ഉപയോഗിക്കുന്നതായിരുന്നു. ഇപ്പോൾ അത് പോളിഷ് ചെയ്തൊക്കെ ഇവിടെ ഓരോ പരിപാടികൾക്ക് പങ്കെടുക്കുന്നവർക്ക് ഇരിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ നല്ല ലൈറ്റുകളാണ്. അതുപോലെ തന്നെ ആ മച്ചൊക്കെ അതേപോലെ മുകളിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൊട്ടാരത്തിൻ്റെ വെളിയിലേക്ക് വരികയാണ്. വെളിയിലേക്ക് വരുമ്പോഴും നല്ല രസമുണ്ട്. നമ്മളിപ്പുറത്തെ വാതിലൂടെയാണ് വന്നത്, നമ്മൾ അപ്പുറത്തെ വാതിലൂടെയാണല്ലോ കയറിയത്. അപ്പോൾ നമ്മൾ ഇപ്പുറത്തൂടെ വന്നു കഴിഞ്ഞപ്പം ഇവിടെയും അത്യാവശ്യം നല്ല ചെടികളൊക്കെ നട്ടു. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ ചുറ്റും അങ്ങനെ കറങ്ങി വന്നിരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഈ കൊട്ടാരം തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ നിർമ്മിതിയൊക്കെ കാണാൻ എന്തു ഭംഗിയാണല്ലേ. കൊട്ടാരത്തിൻ്റെ സ്ട്രക്ചറൊക്കെ കാണാൻ വളരെ ഭംഗിയാണ്. എത്ര നാൾ കഴിഞ്ഞാലും കൊട്ടാരം വളരെ സുന്ദരമായി ഇരിക്കുക തന്നെ ചെയ്യും. കാരണം എന്തെന്ന് വെച്ചാൽ ഇവിടെ അതുപോലെയുള്ള പരിപാലനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്.
ഈ ഇവിടുത്തെ നമ്മുടെ ഗാർഡൻ കണ്ടോ, എന്ത് രസമാണല്ലേ, നമ്മുടെ പനകൾ പോലത്തേതും അതുപോലെ തന്നെ ഈ സ്റ്റെപ്പ് കൊണ്ട് ഈ പടവിലിരുന്നാണ് ഞാൻ അന്താരാഷ്ട്ര ശുചിത്വ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ കനകുന്ന് കൊട്ടാരത്തിലെത്തിയപ്പോൾ ഈ പടവിൽ നിന്നാണ് ഞാനും ഞങ്ങളുടെ ടീം അംഗങ്ങളും കൂടി റീലൊക്കെ എടുത്തത്. നമ്മുടെ ഈ കൊട്ടാരം വളരെ ഭംഗിയാണ്. അതുകൊണ്ട് കണ്ടോ ആ സ്തംഭം സ്വാതന്ത്ര്യ ദിനത്തിൽ ഏറ്റവും വലിയ പതാക വരുന്ന സ്തംഭം അല്ലെങ്കിൽ കൊടിമരമാണത്. നമുക്ക് അതിൻ്റെ അടുത്തൂടെ പോകാം, അതിനെ കുറച്ച് അടുത്ത് കാണാനൊക്കുമോ നോക്കാം. നമ്മുടെ തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ പതാക വരുന്നത് ആ സ്തംഭത്തിലാണ് സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ അന്ന്. അപ്പോൾ നമ്മൾ അവിടേക്കൊന്ന് പോവുകയാണ്. അപ്പോൾ അതുകൂടെ കണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. കനകുന്ന് കൊട്ടാരത്തെ പറ്റിയുള്ള ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ഗാർഡൻ സെറ്റാണ്. ഇതാണ് ആ സ്തംഭം. സ്വാതന്ത്ര്യദിനത്തിൽ ഇവിടെ എത്തിയാൽ നമുക്ക് കാണാം ഈ സ്തംഭത്തിൽ നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായ ദേശീയ പതാക ഉയരുന്നത്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഗാർഡനുകളും ഒക്കെ സുന്ദരമാണ്. നിങ്ങൾക്ക് ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് ഈ വീഡിയോ എടുത്തു തന്ന് എന്നോടൊപ്പം ഇത്രയും നേരം സഹകരിച്ചത് 2023-22 സംസ്ഥാന കുട്ടിക്കർഷകനുള്ള അവാർഡ് ജേതാവായ ശ്രീ അർജുൻ അശോകാണ്. അർജുനോടുള്ള നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുന്നു. അങ്ങനെ നമ്മുടെ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ താങ്ക് യു ഓൾ. ലൈക്ക് ചെയ്യൂ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഓക്കെ, താങ്ക് യു ഓൾ.